CWSA സംസ്ഥാന സമ്മേളനത്തിന് വടകരയിൽ പ്രൗഢഗംഭീരമായ തുടക്കം. വി വേണുഗോപാൽ നഗറായ വടകര ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം അഡ്വൈസറി ചെയർമാൻ എ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ പതാക ഉയർത്തിയതോടുകൂടി തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം അഡ്വൈസറി ചെയർമാൻ എ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം നമ്മളെ ബഹുമാനിക്കുകയും നമ്മളെ ജോലി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിന് അധീനമായി ഈ സംഘടന ഇല്ലാതെ ഒരു കാലഘട്ടത്തിലേക്ക്, സംഘടനയുടെ ശക്തി ക്ഷയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് സമൂഹം നമുക്ക് നൽകുന്ന ബഹുമാനവും പ്രാധാന്യവും ഉണ്ടാവും. അത് പൂർവികമായി നമ്മൾക്ക് നേടിത്തന്ന സംഘടനയുടെ ആദ്യകാല നേതാക്കന്മാരെല്ലാം തന്നെ ഈ രീതിയിലേക്ക് ആലോചിച്ചിട്ടുണ്ടാവും. പനക്ക് നിങ്ങളോട് പറയാനുള്ളത്, സംഘടന ഒരു വ്യക്തിയോ ഒരു 5 ആളോ ചേർന്നതല്ല ഒരു സംഘടനയുടെ ബലം. കാലാകാലങ്ങളിലായി ഈ സംഘടന നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ സംഘടനയെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെപ്പോലെയുള്ള പല മേശമാരും ആക്രിപ്പീടികയിലെ പഴയ സാധനങ്ങൾ തൂക്കിയെടുക്കുന്നതിന് സമാനമായ രീതിയിലേക്ക് മാറും. ഞാനിത് പറഞ്ഞു വരുന്നതിന് കാരണം, ഈ കാലഘട്ടങ്ങളിൽ പല ആൾക്കാർക്കും സംഘടനയെ പറ്റി വലിയൊരു പ്രാധാന്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. സമ്മേളന പ്രതിനിധികളായി നിങ്ങൾ എത്തിച്ചേർന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ടാവൂ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PR ശശി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ മുൻ ജില്ലാ ജഡ്ജി രവീന്ദ്രനെ ആദരവും നൽകി. 3 ദിവസത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ, സാംസ്കാരിക സമ്മേളനം, പൊതുസമ്മേളനം എന്നിവ നടക്കും. സമാപന ദിവസമായ 8-ന് സാംസ്കാരിക ചത്തുരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.